രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് നിയമപരമായിട്ടുള്ള ഒരു ഒപ്പിന്റെ മാത്രം ആവശ്യമുള്ളൂ. രജിസ്റ്റർ മാരേജിന്റെ പ്രൊസീജിയേഴ്സിനെ പറ്റി സംശയമുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ ഞാൻ വളരെ സിമ്പിളായി തന്നെ പറഞ്ഞു തരാം. രജിസ്റ്റർ മാരേജ് എന്ന് പൊതുവെ നമ്മുടെ നാട്ടിൽ ഉദ്ദേശിക്കുന്നത് സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമുള്ള വിവാഹത്തിനെയാണ്. ഈ ആക്ട് പ്രകാരം മാരേജ് രജിസ്റ്റർ ചെയ്യുന്നതിന് നിങ്ങൾ ആദ്യം കേരള ഗവൺമെന്റിന്റെ പേൾ രജിസ്ട്രേഷൻ എന്ന വെബ്സൈറ്റിൽ കയറി നോട്ടീസ് ഫോർ സോളംനൈസേഷൻ ഓഫ് മാരേജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ആദ്യം തന്നെ രണ്ട് പാർട്ടീസിന്റെയും പേരും അഡ്രസ്സും ID കാർഡിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഏത് സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ചാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള വിവരവും എൻ്റർ ചെയ്യേണ്ടതാണ്. ഈ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഷെഡ്യൂൾ 2 പ്രകാരമുള്ള ഒരു നോട്ടീസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ നോട്ടീസിൽ നിങ്ങൾ രണ്ട് പാർട്ടീസിന്റെയും പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിച്ചതിന് ശേഷം ഒരു ഗസറ്റഡ് ഓഫീസറിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് നിങ്ങൾ രണ്ട് പാർട്ടീസിന്റെയും പേരും ഒപ്പും ഇടേണ്ടതാണ്. ഈ നോട്ടീസ് നിങ്ങൾ ഓൺലൈനായി തന്നെ അപ്ലോഡ് ചെയ്തതിനു ശേഷം 110 രൂപ ഓൺലൈനായി ഫീസും അടയ്ക്കേണ്ടതാണ്. ഇനി ഈ അറ്റസ്റ്റ് ചെയ്ത നോട്ടീസുമായി നിങ്ങൾ കൺസേൺ സബ് രജിസ്ട്രാർ ഓഫീസിൽ ചെന്നതിന് ശേഷം ഒറിജിനൽ ഡോക്യുമെന്റ് ആയ നിങ്ങളുടെ ആധാർ കാർഡും SSLC സർട്ടിഫിക്കറ്റുമായി വെരിഫൈ ചെയ്യേണ്ടതാണ്. ഈ വെരിഫിക്കേഷന് ശേഷം ആ നോട്ടീസിന്റെ ഒരു പകർപ്പ് സബ് രജിസ്ട്രാർ ഓഫീസിന്റെ നോട്ടീസ് ബോർഡിൽ ഇടുന്നതാണ്. ഇനി നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സബ് രജിസ്ട്രാർ ഓഫീസ് നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സിൽ പെടുന്ന സബ് രജിസ്ട്രാർ ഓഫീസ് അല്ലെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സിൽ പെടുന്ന സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് ഈ നോട്ടീസിന്റെ ഓരോരോ കോപ്പി അയക്കുകയും നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സിൽ പെടുന്ന സബ് രജിസ്ട്രാർ ഓഫീസിന്റെ നോട്ടീസ് ബോർഡിൽ അതിന്റെ ഒരു കോപ്പി പ്രദർശിപ്പിക്കുന്നതുമാണ്. ഈ നോട്ടീസ് 30 ദിവസത്തേക്കാണ് പ്രദർശിപ്പിക്കുന്നത്. അതായത് 30 ദിവസത്തിൽ ആർക്കെങ്കിലും ഈ മാരേജിന് എതിരായിട്ട് ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഒബ്ജക്റ്റ് ചെയ്യാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അതായത് ഈ രണ്ട് പാർട്ട്നേഴ്സിൽ ഒരു പാർട്ട്ണർ ഓൾറെഡി കല്യാണം കഴിച്ച് ലീഗലി ഡിവോഴ്സ് ആയില്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന പാർട്ട്ണറിന് ഒബ്ജക്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇപ്രകാരം ഒരു ഒബ്ജക്ഷൻ വരികയാണെങ്കിൽ സബ് രജിസ്ട്രാർ 30 ദിവസത്തിനുള്ളിൽ തന്നെ ഇൻക്വയറി നടത്തി തീരുമാനമെടുക്കുന്നതാണ്. ഈ 30 ദിവസത്തെ നോട്ടീസ് പീരീഡിന് ശേഷം നിങ്ങൾ 3 വിറ്റ്നസ്സുമായി സബ് രജിസ്ട്രാർ ഓഫീസിൽ ചെന്ന് നിങ്ങളുടെ മാരേജ് ഡിക്ലറേഷന്റെ ഫോം ഒപ്പിട്ട് നൽകേണ്ടതാണ്. ഇനി നിങ്ങൾ 50 രൂപയുടെ ഒരു സ്റ്റാമ്പ് പേപ്പർ ഹാജരാക്കി അതോടൊപ്പം 220 രൂപ ഫീസും അടയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റും സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് തന്നെ തരുന്നതാണ്. ഇനി നിങ്ങൾ ഡിവോഴ്സിന് ശേഷം ഈ ആക്ട് പ്രകാരം നിങ്ങളുടെ രണ്ടാമത്തെ മാരേജ് രജിസ്റ്റർ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ലീഗലി നിങ്ങളുടെ ആദ്യത്തെ മാരേജ് ഡിസോൾവ് ചെയ്തെന്ന് കാണിക്കുന്നതിന് വേണ്ടി കോടതിയുടെ ഓർഡറും പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലുള്ള ലീഗൽ കണ്ടന്റ്സിനായി ഫോളോ ലീഗൽ ഫ്രണ്ട് അമിതാഭ്.